ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ എന്നാ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ തന്നെ നമ്മൾ ഓഫീസിലത്തെ കാര്യങ്ങൾ വീട്ടിൽ ചെയ്യാൻ പോവാണ്. അതപ്പോൾ നമ്മൾ എങ്ങനെയൊക്കെയോ ആക്കിയിട്ടുണ്ട്. ഹാളിൽ നമ്മൾ ആക്കിയിട്ടില്ല. അപ്പോഴേക്കും വിരുന്നുകാർ വന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ സ്വന്തം റൂമിലാണ് ആക്കാം. ഓക്കെ, ആക്കിയിട്ടൊക്കെ ഉണ്ട്. നിങ്ങൾക്കിപ്പം കാണാൻ തന്നെയൊക്കെ പറ്റുമേ. ഇത് കണ്ടോ, ഇവിടെയൊക്കെ ഇങ്ങനെ ഇരിക്കുന്നതാണ് ഓഫീസ് സാധനങ്ങളാണ്. ഇപ്പുറത്ത് കമ്പ്യൂട്ടർ ഉണ്ട്. എൻ്റെ അടുത്തും ഇപ്പോൾ ഒരു കമ്പ്യൂട്ടർ ഉണ്ട്. എൻ്റെ ഫോണ്, ടെലിഫോൺ, ബുക്ക്, പിന്നെ കമ്പ്യൂട്ടർ, പിന്നെ ഈ ചെവി വെക്കുന്ന ഹെഡ്സെറ്റും. ഓക്കെ, നമുക്കിനി ഉണ്ടല്ലോ നമ്മുടെ ഓഫീസ് റൂമിലേക്ക് പോകാം. ഹായ് ഫ്രണ്ട്സ്, ഇതാ എൻ്റെ ജ്യൂസ്. ഓക്കെ, താങ്ക് യു. ആൽഫിൻ, യെസ്, നീ കുടിക്കുന്നില്ല? എന്താ, ഞാൻ നിനക്ക് വേണ്ടി കൊണ്ടുവന്നിട്ടുണ്ട്. ഓ, താങ്ക്സ് ഫോർ. ആൽഫിൻ, നമ്മൾ ബാങ്കില് നമ്മുടെ ഓഫീസിൽ നിന്ന് ഒരു 5000 രൂപ ആരോ തട്ടിക്കൊണ്ട് പോയിട്ടുണ്ട്. ആരാന്നറിയോ? അത് നമ്മൾക്ക് അറിയത്തില്ല. ക്യാമറ ഉണ്ടെന്നാ പറഞ്ഞേ. നമുക്ക് ആ ക്യാമറ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കാം. ആൽഫിൻ, നമുക്ക് വേഗം തന്നെ ക്യാമറ സെർച്ച് ചെയ്ത് നോക്കണം. ഹലോ സെക്യൂരിറ്റി, നമ്മുടെ ഡോർസ് ഏതാണെന്ന് ക്ലോസ് ചെയ്യണം. ഇപ്പൊ തന്നെ ഒരു മോശം നടക്കുന്നുണ്ട്. അയ്യോ, ഞാൻ ഓണാക്കണ്ട. എല്ലാം പണ്ടത്തരോ ചെയ്ത്. ഇതാണ് പൊട്ടിയും പോയി. ഇതിവിടെ ഇരിക്കും. ഇനി ഞാൻ എങ്ങനെ ചെയ്യും? ആൽഫിൻ, നമ്മുടെ മോഷണം നടത്തിയതിന് എന്തൊക്കെ കുറ്റങ്ങളുണ്ടെന്ന് പോലീസ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? എനിക്കൊരു പ്ലാൻ. പോലീസ് സ്റ്റേഷനിൽ പോണെന്നാണ് പറഞ്ഞത്. നമുക്ക് കണ്ടുപിടിച്ചിട്ട് ഇപ്പം തന്നെ അവരെ പിടിച്ചാലോ? നമ്മുടെ ടീമിലുണ്ടായിരുന്ന പണ്ട് റിസൈൻ ചെയ്ത ഒരാളില്ലായിരുന്നു, വിഷ്ണു. അവനിപ്പം പോലീസ്. അവനെ വിളിച്ച് നമ്മൾ പറയാം, എന്താ, വിഷ്ണു വാ, നമ്മുടെ കൂടെ വാ, നമുക്ക് ഒരാളെ കണ്ടുപിടിക്കാനുണ്ട്. ഡോർ അടച്ചിട്ടുണ്ട്. ആ, ഓക്കെ, ഞാൻ വിളിക്കാം. വിഷ്ണു, എടാ, ഒരു ഹെൽപ്പ് നോക്കട്ടെ. നീ നമ്മുടെ ബാങ്കിലോട്ടൊന്ന് വരുമോ? അത് പിന്നെ ഇവിടെ ഒരു സ്കാമും കുറച്ച് തട്ടിപ്പൊക്കെ നടക്കുന്നുണ്ട്. അപ്പം പിന്നെ ഫുൾ ടീമായിട്ട് വന്നാൽ കൊള്ളാം. ഞാൻ ഡോറ് ക്ലോസ് ചെയ്തിട്ട് അവരെ പിടിച്ചു വെച്ചേക്കുക. അവരെപ്പോ വേണമെങ്കിലും ഗണ്ണ് പുറത്തിറക്കാം. നമ്മുടെ CCTV ക്യാമറയിലാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ വേഗം ഫാസ്റ്റ് വരാൻ പറ്റുന്ന അത്ര സ്പീഡിൽ വരണം. പിന്നെ മറ്റേ ഈ കള്ളന്മാരെയൊക്കെ കൊണ്ടുവന്ന ടൈപ്പ് ഓഫ് വലിയ ബസ്. ഓക്കെ, ബൈ. അവനെ വിളിച്ചിട്ടുണ്ട്, അവൻ വരാന്നാ പറയുന്നത്. ഞാൻ സുജാതയെ ഒന്ന് വിളിച്ചു നോക്കട്ടെ. അവളാണെങ്കിൽ ഇപ്പത്തെ പോലീസ് സ്റ്റേഷനിലത്തെ മേഡമാണ്. ഞാൻ അവളെ ഒന്ന് വിളിച്ചു നോക്കട്ടെ. ഹലോ, പറടാ. ഹലോ സുജാതെ, നീ എവിടെയാ? നീ പോലീസല്ലേ? പോലീസിലത്തെ മാമല്ലേ? നിനക്കറിയോ എന്താ ആരായിരുന്നു തട്ടിയേ? തട്ടിക്കൊണ്ടു പോയ ഒരു മഗ്ലസ് എന്ന് പറയുന്ന ഒരു ഗേളിനെ ഉണ്ട് തട്ടിക്കൊണ്ടു പോയിട്ടുണ്ട്. ആരായിരുന്നു? സഞ്ജു ആണ്. അത് സഞ്ജു ആണ് കേട്ടോ. ഒന്ന് കണ്ടുപിടിക്കാൻ എന്റെ കൂടെ വരണം. നമ്മളിപ്പം തന്നെ പോലീസ് സ്റ്റേഷനിൽ വരാം. നമ്മുടെ കൂടെ ഒന്ന് കണ്ടുപിടിക്കാൻ വരണേ. ഓക്കെ, അവളെയും വിളിച്ചിട്ടുണ്ട്. ഓക്കെ, അത് ഞാൻ പറഞ്ഞില്ലേ, ഒരു 2 കിലോമീറ്റേഴ്സ് കഴിഞ്ഞാൽ നമുക്ക് നേരെ ലെഫ്റ്റ് റൈറ്റിൽ നിങ്ങൾക്ക് കാണും നമ്മുടെ ബാങ്ക്. ഒരു ഡോർ ക്ലോസ്, 2-3 സെക്യൂരിറ്റീസും നിൽക്കുന്നുണ്ട്.
ഓക്കെ ഓക്കെ ഫസ്റ്റ് ക്രിസ്മസിന് ഇടാണ്ട് നല്ല ഇവന്റും കാര്യങ്ങളും നടന്നു. ഓക്കെ ബൈ ബൈ. അവനോടെ മറ്റേ കുരിശിങ്കിലെത്തിന്ന് പറഞ്ഞു. അവിടുന്ന് 1 കിലോമീറ്റർ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു മാം. ഹലോ. ആ ഓക്കെ ഓക്കെ ഓക്കെ. നിങ്ങൾ പെട്ടെന്ന് വരത്തില്ലേ? കള്ളനെ പിടിക്കുന്ന ആ വണ്ടിയും കൊണ്ടുവരണേ. ഓക്കെ. ഒരു പെൺകുട്ടീനെ തട്ടിക്കൊണ്ട് പോയെന്ന് പറഞ്ഞേ. ആ പെൺകുട്ടീൻ്റെ ദേഹം മുറിക്കുന്നതിന് മുമ്പേ നമുക്ക് അവനെ കണ്ടുപിടിക്കണം. ഇല്ലെങ്കിൽ അവരുടെ കുടുംബക്കാരെന്താ വിചാരിക്കുക? ഓക്കെ ഓക്കെ ഓക്കെ. എന്തായാലും ആ പൈസയും പോയി, ആ കൊച്ചും പോയി. സത്യം. അയ്യോ, ഞാൻ പൈസയുടെ കാര്യം പറയാൻ മറന്നുപോയി. ഹലോ. പിന്നെ പൈസയും തട്ടിക്കൊണ്ട് പോയിട്ടുണ്ട്. നിങ്ങളുണ്ടല്ലോ ആ കൊച്ചുങ്ങളെ അവരെ കാണുമ്പോ പൈസ എന്തെങ്കിലും ചോദിച്ചിട്ട് ഇടിച്ച് കൊന്നാ മതി. ആ കൊച്ചിനെ ഇങ്ങോട്ട് കിട്ടിയാ മതി. ഓക്കെ ഓക്കെ. ഒരു പേന എടുക്കും, ഒരു പേന. ഓക്കെ. ആൻഡ് എ ബുക്ക്. ഏതാ? ബ്ലാക്ക് ഓർ ബ്ലൂ? ബ്ലൂ. ആൻഡ് എ ബുക്ക്. എനിക്ക് അവരുടെ ലൊക്കേഷൻ കിട്ടിയിട്ടുണ്ട്. അത് ഞാനും കണക്ട് തരാം. എനിക്കും വേണം. ഞാൻ അതാ ചെയ്യുന്നത്. ആ സത്യം. ആ കൊച്ചുങ്ങളെ ഞാൻ എഴുതട്ടെ. അയ്യോ, എനിക്ക് ബ്ലാക്ക് മഷിയാ വേണ്ടേ. എടാ, വേഗം എഴുതിട്ട് നമുക്ക് എന്തെങ്കിലും പ്ലാൻ ചെയ്യണം. ഇല്ലെങ്കിൽ നമ്മളെ പോലീസ് പിടിച്ചോണ്ട് പോകുന്ന പറഞ്ഞിട്ടുണ്ട്. ആ കുട്ടീന്റെ അമ്മയും അച്ഛനും പറഞ്ഞിട്ടുണ്ട്. ആ കാര്യം ഞാൻ അവരോട് പറഞ്ഞ് സെറ്റ് ആയിരുന്നു. നമ്മുടെ മണി പോയിട്ടുണ്ടല്ലോ. മണിയൻ എന്താ? മണിയൻ എന്നാ അവിടുത്തെ പോലീസ് സ്റ്റേഷനത്തെ ആൾക്കാരാണ്. ഇന്നത്തെ ഡേറ്റ് ഒന്ന് നോക്കട്ടെ. എനിക്ക് തോന്നുന്നു അവന്മാരുടെ വണ്ടിന്റെ കളർ ബ്ലാക്ക് വാനാണ്. അവന്മാർ എന്തായാലും ഒരു 15 മിനിറ്റല്ലേ പോയിട്ടുള്ളൂ. ഞാൻ ഒന്ന് നോക്കട്ടെ. 15 മിനിറ്റ് കൊണ്ട് ഇവിടുന്ന് എളുപ്പത്തിൽ എത്താൻ പറ്റുന്ന ഒരു റോഡേ ഉള്ളൂ. പക്ഷെ നമുക്ക് പോകാൻ പറ്റൂല. നമുക്കുണ്ടല്ലോ പോലീസ് സ്റ്റേഷനെ വിളിച്ചിട്ടുണ്ടല്ലോ. അവരിപ്പം തന്നെ പോയിട്ട് വരുന്ന. അവര് ഫാക്ടറിയിലോട്ട് പോയെന്ന് എന്റെ ഡൗട്ട്. നോക്ക്. ഓക്കെ, ഞാനൊന്ന് വേഗം കമ്പ്യൂട്ടർ ലാബിൽ ഒന്ന് നോക്കട്ടെ. കമ്പ്യൂട്ടറിൽ ഒന്ന് മൗസ് തരുമോ? കണക്റ്റബിൾ ഓഫ്. വേണ്ട വേണ്ട, മൗസ് വേണ്ട. എന്നാ ഞാൻ ഇതിനകത്ത് ചെയ്തോളാം. അയ്യോ, നമുക്ക് വഴിയൊന്നും കിട്ടില്ല. നീ തന്ന വഴിയിൽ നമ്മൾ ഒന്ന് നോക്കിയിട്ടുണ്ട്. കണ്ണൂരാ. അവരിപ്പൊ എത്തിയേക്കുന്ന കണ്ണൂരെത്തിയേ. പോലീസാണെങ്കിൽ ഇപ്പം കാസർഗോഡ് എത്തിയതേ ഉള്ളൂ. നമുക്ക് എന്തെങ്കിലും പരിപാടി ആക്കണം. ഞാൻ അവരെ കിട്ടി, അവനെ കിട്ടി. മാറ് മാറ് മാറ്. ഒരാൾ എനിക്ക് ആരും വിളിക്കുന്നുണ്ട്. നിക്ക. ഹലോ, കിട്ടിയോ? താങ്ക് യു സുജാതെ. ആ കൊച്ചിനെ ആ പണയം എടുത്തിട്ട് വാ. അവരുടെ പേരൻസിനോട് ചോദിക്കണം. ഓക്കെ ഓക്കെ ഓക്കെ. അതല്ല, ഒരു പ്രശ്നമുണ്ട്. What the hell is going on, bruh? ഹർഷം ഇല്ലേ അവിടെ? ഇവന്മാർക്ക് ഇത് എന്തൊക്കെ പരിപാടിയാ? അയ്യോ, പെട്ട് നമ്മള്. Oh man, really? Okay, ഞാനൊരു 10 minutes later വിളിക്കാം.
കിട്ടേടി. ആ സുജാത വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. മാം ഒരു കാര്യം പറയാനുണ്ട്. എന്താ? നമ്മുടെ ഹർഷനെ തട്ടിക്കൊണ്ടുപോയി. ഒരാളെ തട്ടിക്കൊണ്ടുപോയാൽ മറ്റൊരാളവര് പിടിക്കാൻ പോകുന്ന കഷ്ടം ഇതാണ്. പോലീസ് സ്റ്റേഷന് പറഞ്ഞ ഇതാണ്. പോലീസ് സ്റ്റേഷനോട് പറയത്തില്ലേ നിങ്ങൾക്ക്? ഞാൻ അവരെ ഒന്ന് വിളിച്ചു നോക്കട്ടെ. പക്ഷെ അത് മഗ്ലേഴ്സ് അല്ല ചെയ്തത്. ഹലോ പോലീസ് സ്റ്റേഷൻ, മഗ്ലേഴ്സ് ഒന്നും അല്ല. ആ കുട്ടീനെ കിട്ടിയെന്നറിയാം, പക്ഷെ ഒരാളെ തട്ടിക്കൊണ്ട് പോയിട്ടുണ്ട്. ആരാണ്? ഹർഷദിനെ പിടിച്ചുകൊണ്ട് പോയി. ആരോ തട്ടിക്കൊണ്ട് പോയിട്ടുണ്ട്. നിങ്ങളൊന്ന് വേഗം തന്നെ ഒന്ന് പിടിക്കണം. കണ്ണൂരാ വീട്. എടാ ഞാൻ പറയട്ടെ. ഹലോ പോലീസ് സ്റ്റേഷൻ പറ. എടാ ഹർഷോട് നിങ്ങളുണ്ടല്ലോ പോലീസ് സ്റ്റേഷൻ ആണെങ്കിലും ഒരാളെ തട്ടിക്കൊണ്ട് പോകാൻ നിങ്ങൾ വേറെ എന്നാത്തിനാ? നിങ്ങൾ പോലീസ് തന്നെയാണോ? ഇല്ല മനുഷ്യരാണോ? പോലീസ് ആണെങ്കിൽ പോലീസിന്റെ കാര്യം നോക്കിയാ പോരെ. പിന്നെ നിങ്ങൾ പോലീസ് ആണെങ്കിൽ എന്നാത്തിനാ മറ്റുള്ളവരെ വിടണേ? ഇപ്പൊ ഒരാളിപ്പം പോയിട്ട് അയാളെ കണ്ടുപിടിച്ചിട്ട് ആ കൊച്ചിനെ കണ്ടുപിടിച്ചിട്ട് വേറെ ഒരാള് ഇപ്പം കാണാണ്ട് പോയി. വേറെ ഒരാളിനെ കാണാണ്ട് പോയി. നിങ്ങൾക്ക് അങ്ങനത്തെ ഒന്നും ബുദ്ധിയില്ലേ? നിങ്ങൾ പിന്നെ എന്നാത്തിനാ പോലീസ് ആകാൻ പോന്നെ? മാം അവര് വഴക്കേണ്ട ആവശ്യമില്ല. ഒരു കാര്യം പറയാനാണ് ഞാൻ വിളിച്ചത്. ആ ഹർഷവിനെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. എനിക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അവന്റെ മൊബൈൽ ഗൂഗിൾ അക്കൗണ്ട് ഞാൻ ട്രാക്ക് ചെയ്തിട്ടുണ്ട്. എന്തായാലും അവരോട് പോവാൻ പറഞ്ഞാൽ മതി. നിങ്ങൾ അവരെ കാണാൻ പോയാ മതി. കിട്ടിയിട്ടുണ്ട് ട്രാക്കൊക്കെ. നിങ്ങൾ അവരെ പോയി ഒന്ന് പിടിച്ചിട്ട് വന്നാ മതി. ഓ അവരിനി 15 മിനിറ്റ് കൊണ്ട് വരുമായിരിക്കും. വീഡിയോ പോസ് ചെയ്തി. ഹലോ ഗായ്സ്, നമ്മുടെ ആ വീഡിയോ ഒരു നെക്സ്റ്റ് ഒരു പാർട്ടും കൂടി ഉണ്ട്. അപ്പോൾ പാർട്ട് 2 നിങ്ങൾ വെയിറ്റ് ചെയ്യണം. ബൈ ഗായ്സ്.